ഗുഹയാണെന്ന് ഞങ്ങൾക്കും അറിയില്ല. പിന്നെയാണ് അത് ഗുഹയാണ് എന്നൊക്കെ പഴമക്കാരൊക്കെ പറയും. കോട്ടയുടെ ഉള്ളിലെത്തിക്കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ നമുക്ക് ശരിക്കും ഒരു വിഷമം തോന്നിട്ടോ. ഒരുപാട് ചരിത്രങ്ങളുള്ള ഈ ഒരു കോട്ടയിൽ ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു പോകുമ്പോൾ നമ്മുടെ വരും തലമുറക്ക് കാണിച്ചു കൊടുക്കേണ്ട ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ആളുകളില്ലാത്ത രീതിയിൽ പോകുമ്പോൾ ശരിക്കും നമുക്കൊരു വിഷമമായി പോകും. പ്രിയപ്പെട്ടവരെ, ഞാനെന്നുള്ളത് പാലക്കാടിന്റെ ഹൃദയഭാഗത്തായിട്ടുള്ള കോട്ട മൈതാനത്തിലാണ് കേട്ടോ. പാലക്കാട് കോട്ടയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്ന് ഷോർട്ടാക്കിയിട്ട് പറയാം, അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാം. പാലക്കാട് കോട്ടയുടെ ടോപ്പ് വ്യൂ ആണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലുപ്പത്തിലാണ് ഈ ഒരു കോട്ട നിൽക്കുന്നതെന്ന്. കേരള ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ളതാണ് മൈസൂർ ആക്രമണങ്ങൾ. അതിൻ്റെ പ്രമുഖമായ സ്മാരകങ്ങളാണ് പാലക്കാട് കോട്ട. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആർക്കിയോളജിക്കൽ സർവേയുടെ സംരക്ഷണത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണിത്. ഹൈന്ദവ ഇസ്ലാമിക വാസ്തുവിദ്യയും യൂറോപ്യൻ സാങ്കേതികവിദ്യയും സമന്വയിച്ചിട്ടാണ് ഈ ഒരു ചരിത്ര സ്മാരകം ഉണ്ടാക്കിയിട്ടുള്ളത്. അന്ന് പ്രചാരത്തിലിരുന്നത് മൺകോട്ടകളായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി കരിങ്കൽ കോട്ട പണിയാനായിരുന്നു തീരുമാനം. 1766 കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ രേഖകളിൽ പറയുന്നു. ഫ്രഞ്ചുകാരനായ ഒരു എഞ്ചിനീയർ ആയിരുന്നു ഇതിൻ്റെ ഒരു ശില്പി. ഹൈദരാലിയെ തുടർന്ന് മകൻ ടിപ്പു സുൽത്താനും ഈ ഒരു കോട്ടയിലേക്ക് ആധിപത്യം ഉറപ്പിച്ചു. രണ്ടാമത്തെ ഇംഗ്ലീഷ് മൈസൂർ യുദ്ധത്തിൻ്റെ ഭാഗമായി സർദാർ ഖാൻ്റെയും മേജർ ആബിംഗ്ടണിൻ്റെയും നേതൃത്വത്തിൽ നടന്ന യുദ്ധം, 1782 നടന്ന യുദ്ധം എന്നിവ ഈ ഒരു കോട്ടയുടെ നിർണായകമായ പങ്കുവഹിച്ചു. ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടാൻ ഫ്രഞ്ചുകാരനായ ലാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിലുള്ള സൈന്യം പുറപ്പെട്ടതും ഇവിടെ നിന്നാണ്. 1754 നവംബർ 15 ബ്രിട്ടീഷുകാർ കേണൽ ഫുള്ളറ്റിൻ്റെ നേതൃത്വത്തിൽ അഴിച്ചുവിട്ട 11 ദിവസത്തെ ആക്രമണത്തിനൊടുവിൽ കോട്ട പിടിച്ചടക്കി. അങ്ങനെ സാമൂതിരിയുടെ ഭടന്മാരെ കാവലേൽപ്പിച്ച് സൈന്യം പിന്മാറി. എന്നാൽ അവരെ വൈകാതെ അവിടെ നിന്നും തുരത്തി മൈസൂർ സൈന്യത്തിൻ്റെ അധീനതയിലാക്കാൻ ടിപ്പുവിൻ്റെ തന്ത്രങ്ങൾക്ക് കഴിഞ്ഞു. പിന്നീട് മൈസൂർ സൈന്യം നാണയം അടിച്ചിറക്കാനുള്ള കമ്മട്ടമായും ഈ ഒരു കോട്ടയെ പ്രയോജനപ്പെടുത്തി. 1790 പാലക്കാട്ടെ മൈസൂർ ആധിപത്യം പൂർണ്ണമായും തകർന്നു. അതോടെ കോട്ടയുടെ നിയന്ത്രണം പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. അവരുടേതായ കുറേ മാറ്റങ്ങളും വരുത്തി. വരുതിക്ക് നിൽക്കാത്ത നാടുവാഴികളെയും മാടമ്പികളെയും തടവിൽ പാർപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഇവിടം പ്രയോജനപ്പെടുത്തി. ഈ പാലക്കാട് കോട്ടയ്ക്ക് ചുറ്റും കാണുന്ന ഈ ഒരു കിടങ്ങ് മറ്റെവിടും ഇല്ലാത്ത രീതിയിലുള്ള ഒരു തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. പ്രവേശനമുഖം വടക്കാണെങ്കിലും വാതിലിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറേക്കാണ്. ഇന്ത്യ ഭരിച്ചിരുന്ന ഇസ്ലാം മത വിശ്വാസികളെല്ലാം തങ്ങൾ പണിത കോട്ടകൾക്ക് മക്കയുടെ ദിക്കു നോക്കി വാതിൽ പണിഞ്ഞിരുന്നു. പാലക്കാട് കോട്ടയുടെ പൂമുഖം ടിപ്പുവിൻ്റെ കാലത്ത് കൂട്ടിച്ചേർത്തതാണ്. തോരണം എന്നീ ഘടകങ്ങൾക്ക് ഹൈന്ദവ കലയോടാണ് കടപ്പാട്. കോട്ടക്കകത്ത് സുരക്ഷിതമായി കഴിയുന്ന 10,000 യോദ്ധാക്കൾക്ക് ആക്രമണത്തെ ദീർഘകാലം ചെറുത്തു നിൽക്കാനാകും. ഞാനിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്തെ വേണമെങ്കിൽ വാച്ച് ടവർ എന്ന് പറയാട്ടോ. മുകളിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. ഈ ഒരു ഓപ്പണിങ്സിലൂടെ ആയിരിക്കാം ബീരങ്കികളൊക്കെ വെച്ചിട്ട് ശത്രുക്കളെ നേരിട്ടിട്ടുണ്ടാവുക. ഇതുപോലെ തന്നെ 9 ഇതുപോലുള്ള വാച്ച് ടവേഴ്സ് ഉണ്ട്. എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ വളരെ അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിനോളം ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്കുള്ള ആ ഒരു കിടങ്ങ് ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ശത്രുക്കൾ വരികയെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു കിടങ്ങിൻ്റെ അപ്പുറത്തായിരിക്കും വന്ന് നിൽക്കുന്നുണ്ടാവുക. അവരേക്ക് ഇങ്ങോട്ട് നീന്തി കടക്കാനോ അതിനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം കണ്ടത് ഈ ഒരു ചുമരുകളിൽ ഒരുപാട് ഓപ്പണിങ്സ് കാണാം കേട്ടോ. ഇതിൽ കൂടെ നോക്കിയാലും പുറത്തേക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഒരു പ്രത്യേക തരം ഓപ്പണിങ്സ് ഇവിടെ കണ്ടിരുന്നു. അതെന്താ സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോളിലേക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ 3-4 ഇങ്ങനെ ചെറിയ ചെറിയ ഓപ്പണിങ്സ് കാണുന്നത് പുറത്തേക്ക് കാണില്ല, പക്ഷേ ഇങ്ങനെ ആണ് കാണുന്നത്. ഇതെനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിലായിരിക്കാം തോക്കുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ചുമരുകളിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഓപ്പണിങ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഈ നേരെ കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്. അതിൻ്റെ വിശേഷങ്ങളാട്ടോ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ചെറുപ്പം മുതൽ കളിച്ച് വളർന്നിട്ടുള്ള ഒരു മോഹനൻ ചേട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ ബിൽഡിംഗ് കണ്ടപ്പോഴേ ഇതൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട്. അപ്പൊ അത് എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അതുപോലെ തന്നെ ഇവിടൊക്കെ എന്തായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതെന്തായിരുന്നു ശരിക്കും? ട്രഷറി ആയിരുന്നു. ഉള്ളിൽ ജയിലുണ്ട് തോന്നുന്നു അല്ലേ? ജയിൽ ഇതാണ് അതിന്റെ വഴി. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഇവിടെയാണ് അല്ലേ? അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് ഇതാണ് ജയിലിന്റെ എൻട്രൻസ്. ഇതാ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവിടെയാണ് സെല്ല്. മഞ്ഞ
നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പറ്റില്ല, ഒന്നും പറ്റില്ല. ഇവിടെ ക്ലോസ് ആണല്ലേ, ഇത് തുറന്നാലേ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ കൂടെ പോയിട്ടായിരുന്നു ജയില് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടോ. പണ്ട് നമ്മുടെ എന്താ പറയാ കള്ളന്മാരെയും അവരൊക്കെ പിടിച്ചുകൊണ്ടിട്ടുള്ള ജയിലായിരുന്നു. പിന്നെ അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ലാസ്റ്റ് നമുക്ക് ഉള്ളത് അവിടെ താലൂക്ക് സപ്ലൈ ഓഫീസ് മാത്രമാണുള്ളൂ. അതെ അതെ. പിന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോ എന്താ പറയാ ഇവിടെ ഒന്നും ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് നീറ്റ് ആക്കേണ്ടതൊക്കെ ഉണ്ട് അല്ലേ. ഇവിടെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടേക്കാണ്. എന്താണ് ഇവിടെ ഒന്നും കൂടി ഒന്ന് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമില്ലേ? ശരിക്കും ഇത് ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നതായിട്ട് നമുക്കത് കാണുമ്പോൾ പക്ഷെ അത് അവരാണ് എന്തുകൊണ്ടായിരിക്കും? അത് മറ്റേ നമ്മുടെ ASI ഗവൺമെന്റ് അണ്ടറിലാണ്. അവരാണ് ഇതിന്റെ മേൽനോട്ടമൊക്കെ വഹിക്കണത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു പരിമിതി ഉണ്ടാവൂലേ. ഇവിടെ ടിക്കറ്റ് ഇതൊക്കെ വാങ്ങണ്ട. അതുപോലെ തന്നെ ഇവിടെ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അല്ലേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വിണ്ട് വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എന്തായിരുന്നു ശരിക്കും? ഇത് മറ്റേ ലാൻഡ് ട്രിബ്യൂണല്, പട്ടയം ആധാരത്തിന്റെ അങ്ങനെയുള്ള സംഭവം പറയാം. നമ്മുടെ ആധാരം അതുപോലെ പട്ടയം കൊടുക്കുക അങ്ങനത്തെ ഒക്കെ സംഭവം കേട്ടോ. ആദ്യം ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ആദ്യം മറ്റേ നമ്മുടെ താലൂക്ക് ഓഫീസായിരുന്നു. താലൂക്ക് ഓഫീസായിരുന്നു. താലൂക്ക് ഓഫീസിന് സ്വന്തം ബിൽഡിംഗ് അവിടെ സിവിൽ സ്റ്റേഷൻ അവിടെ പണിതപ്പോ ഇതൊക്കെ അങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. ഞാൻ പറയുന്നത് ടിപ്പുവിന്റെ കാലത്ത് ഉള്ള ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് ആണ്. പക്ഷെ അതിൽ എന്തായിരുന്നു നമുക്ക് അറിയില്ല, ഒന്നും അറിയില്ല. ഇവിടെ ഞങ്ങള് നോക്കുമ്പോ വരുന്ന കാലഘട്ടത്ത് ഇത് താലൂക്ക് ഓഫീസാണ്. അത്രയാണ് ചെറുപ്പം മുതലേ താലൂക്ക് ഓഫീസായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ വില്ലേജ് ഓഫീസായിട്ടാണ് വില്ലേജ് ഓഫീസ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടുന്ന് ഓഫീസ് പോയപ്പോ ഇവിടെ പിന്നെ ആരും ഒന്നും അങ്ങനെ തിരിഞ്ഞു നോക്കാനൊന്നുമില്ല. അതൊക്കെ അവരുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലായി. അതെ അതെ. ഇവിടെ നമ്മൾ നോക്കുന്നുണ്ട് കണ്ടോ, ശരിക്കും ചെതലൊക്കെ കേറി ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇതൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്ത് തോന്നുന്നു പൊളിച്ചോ. ഇനി പൊളിക്കാതെ തന്നെ നമുക്ക് ഇതിനെ നിലനിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഭംഗിയാവും. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും പറഞ്ഞ പോലെ ബിൽഡിങ്ങിന് അതിന്റെ താലൂക്ക് ഓഫീസിന്റെ ഒരു ഭാഗമായിരുന്നു അല്ലേ ഇവിടെ. അതെ. ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള വിൻഡോസ് ആണ് കേട്ടോ, നല്ല ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ പഴയ ജയിലെങ്ങാനും ആവും അത്. ഇതാണ് സെല്ല് അല്ലേ. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള എൻട്രൻസ് ആണ്, അത് വഴിയാണ്. ഇതാണ് സെല്ല്. ഇവിടെയാണ് മറ്റേ നമ്മൾ നേരത്തെ കണ്ട എൻട്രൻസ് ഇല്ലേ, അവിടെ നോക്കി അതിന്റെ ഉള്ളിൽ കൂടെ വന്ന് ഇതിലാണ് സെല്ല്. ഇത്രയും ജയിലുകളാണുള്ളത് അല്ലേ, ഇത്രയും സെല്ലാണുള്ളത്. ഇതിന്റെ അപ്പുറത്തുണ്ട്, അപ്പുറത്തുണ്ട്. അവിടെ ഓരോരോ പൈപ്പ് പോലെ കാണുന്നില്ലേ, അതെന്തായിരിക്കും? അത് ഈ മറ്റേ നമുക്ക് വെന്റിലേഷൻ അതാണോ? നമുക്ക് ഓൾറെഡി ജനലില്ലേ? ഉണ്ട്, ജനലുണ്ട്, വെന്റിലേഷൻ ഉണ്ട്. എന്നിരുന്നാലും അവര് വല്ല ഇതിനു വേണ്ടി ഒരു പ്രത്യേക എന്തോ അവര് ഘടിപ്പിച്ചിരിക്കുകയാണ്. അഥവാ എന്താ പറയാ, ജനല് ഫുൾ ടൈം ക്ലോസ് ചെയ്താലും എയർ സർക്കുലേഷൻ വേണ്ടി വെച്ചേക്കല്ലേ, ചെറിയൊരു ഹോൾ കിട്ടോ. അന്നത്തെ ആ ഒരു ഐഡിയ നോക്കി നോക്ക്. അതായത് ഇങ്ങനെ ചെറിയൊരു ഹോളിൽ കൂടെയാണ് അങ്ങനെ ചെയ്യുന്നത്, അതും ഹൈറ്റില് താഴെ ഇല്ലാത്ത രീതിയിൽ. പിന്നെ ഇതൊക്കെ ഇപ്പൊ ഏകദേശം ഇങ്ങനെ ഇടിഞ്ഞു വീഴാവുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരിപ്പോ ഈ ഇവര് മറ്റേ ഓഫീസുകാരനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവര് പുതുക്കി പണിതാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് അല്ലേ. ഓഫീസ് അതാണ് അവിടെയാണ് ഓഫീസ്. അത് പുതിയ ബിൽഡിംഗ് തോന്നൂല. അല്ലല്ല, ഇതേപോലെ ആയിരുന്നു. ഒക്കെ പുതുക്കി എല്ലാം പുതുക്കി പണിത്. അതുപോലെ ഒന്നും ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. അതായത് ഇത് അത് ഫുള്ള് പൊളിച്ചിട്ട് പിന്നെ ആദ്യം ചെയ്തതാണ്. അത് ശരി. കരിങ്കല്ല് പാകിയതാണ്. ഇതൊക്കെ പുതിയത് ഭാഗമാണ്. ആ ഒരു കൺസെപ്റ്റില് ഇവിടെ ചെയ്തിട്ടില്ല. അതെ അതെ, അതൊക്കെ വളരെ വൃത്തിയാക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോണേതാ ഒരു ഗുഹ ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഗുഹ അല്ലെ. ആ ഗുഹനെ പറ്റിയിട്ട് എന്താണ് പറയാ? അതിന് ഗുഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളും കണ്ടിട്ടില്ല. എപ്പോ നോക്കും വെള്ളം ഫുള്ളായി നിൽക്കും. അതില് ഫുള്ള് വെള്ളം ഉണ്ടാവും. അപ്പൊ അതിനൊരു കുളം എന്നല്ലേ പറയാ? എന്താണ് കുളം എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയാ, ഒരു മറ്റേ പോണ്ട്, അങ്ങനെ അതേ പറയാവൂ. ചെറുപ്പത്തില് ഓടിക്കളിച്ച് ഞങ്ങള് ഇതിലൊക്കെ വന്ന് കുളിച്ച് മറ്റേ അങ്ങനെ പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നു രാവിലെ. അങ്ങനെ ഇതാണ് കുളം അല്ലേ? ഇതിനെ ഗുഹ എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഒരു കുളം തന്നെയാണ് പോണ്ട്. പക്ഷെ ഇത് പറ്റിയിട്ടുമില്ല, വെള്ളം എപ്പോഴും ഉണ്ടാവും. അതിനെ കുറിച്ച് ഞങ്ങൾക്കും
വലിയ പിടിയൊന്നുമില്ല. വെള്ളം പറ്റുന്ന സമയം കണ്ടിട്ടില്ല. ഫുൾ ടൈം വെള്ളം. ഫുൾ ടൈം വെള്ളം. ഇതിൽ നമുക്ക് കുളിക്കാനൊക്കെ അവസരം കിട്ടി. ഞങ്ങൾ കുളിക്കും. അന്ന് പതുക്കെ അന്ന് പിന്നെ അത് ഈ സംവിധാനം ഒന്നും ഇല്ലാത്ത സമയത്ത് വേഗം വന്ന് ഓടി വന്ന് കുളിച്ച് അങ്ങനെ പോകുന്ന കമ്പി കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അടിച്ചു പൊളിച്ചിട്ടുള്ള സമയം ശരിക്കും പറഞ്ഞാൽ ചേട്ടനൊക്കെ ഇവിടെ അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും. ആർക്കും ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായും. അതിന്റെ മുകളിൽ കൂടെ ഞങ്ങൾ നടക്കും. അതിന്റെ മുകളിൽ കൂടെ അതൊക്കെ അവിടെ മുകളിൽ കയറുമ്പോൾ തന്നെ നല്ല ഭയം. ഗുഹയാണെന്ന് ഞങ്ങൾക്കും അറിയില്ല. പിന്നെയാണ് അത് ഗുഹയാണ് എന്നൊക്കെ പഴമക്കാരൊക്കെ പറയും. ഇവിടെയുള്ള ഇവരൊന്നും പറഞ്ഞിട്ടില്ല, ഓഫീസർമാരോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഞങ്ങളുടെയും തലമുറ, കഴിഞ്ഞ തലമുറ അതാണ്. അതേപോലെ അവിടെ നമ്മുടെ ഫ്രണ്ടിലെ കിടങ്ങിന്റെ ഭാഗത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെയൊക്കെ കുളിക്കും. അതിലൂടെ നീന്തി കുളിച്ച് വരും. അപ്പൊ നിങ്ങൾ കുളിക്കരുത്, ഇവിടെ കിടങ്ങുണ്ട്, അതുണ്ട് പറഞ്ഞ് പേടിപ്പിക്കും. അങ്ങനെ എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ട്. കാരണം ടിപ്പുവിന്റെ പഴയ കാല ചരിത്രങ്ങളിൽ എല്ലാ രഹസ്യ ഒളി സങ്കേതങ്ങളിലും ഗുഹകൾ ഉണ്ടാകാറുണ്ട്. കാരണം ബ്രിട്ടീഷർ ആക്രമിക്കാൻ വരുമ്പോൾ ആ ഗുഹ വഴി അങ്ങനെ രക്ഷപ്പെടുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഇതിനകത്തും അങ്ങനെ ഒരു ഗുഹ ഉണ്ട് എന്നുള്ളതാണ് പഴമക്കാരെല്ലാവരും പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളും ഇവിടെ പറഞ്ഞത്, ഒരു വയസ്സായ ആൾ പറഞ്ഞത് ഇവിടെ ഗുഹ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അതിനുണ്ടാകാൻ സാധ്യത. അതിന് മുൻ തലമുറയിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വരുമ്പോൾ പറയാറുണ്ട്. നമ്മളവിടെ നിന്നും ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാവുന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ. മറ്റുള്ള എല്ലാ ഭാഗങ്ങളും വളരെ സുന്ദരമായും ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വേസ്റ്റ് അതല്ലെങ്കിൽ കച്ചറ കാര്യങ്ങളൊന്നും എവിടെയില്ല. പക്ഷേ ഈ ഒരു ഏരിയയിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ അശ്രദ്ധ പുലർത്തുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഓടുകളൊക്കെ പൊട്ടി വീണമെന്നുണ്ടെങ്കിൽ അവിടെ ചിതലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വരും തലമുറക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ചരിത്രങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇത് സെല്ലിൻ്റെ ഉള്ളാണ്, നമ്മുടെ ജയിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ഉൾവശമാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ ആളുകൾക്ക് നല്ല രീതിയിൽ ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചരിത്രങ്ങൾ ഇപ്പോൾ നിലവിലുള്ളവർക്കെങ്കിലും കാണാനുള്ളൊരു അവസരമാണുള്ളത്. അപ്പോൾ ഇതിങ്ങനെ പൂട്ടിയിടും തോറും ഇവിടെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനുള്ള സാധ്യതകൾ കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കൊടുത്തിട്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെതലുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കാണാനും അതുപോലെ തന്നെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന സ്ഥിതികളില്ലാതിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കഴിഞ്ഞു. ഇതിൽ ഇനി നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു അവസരമില്ല. ഇപ്പോൾ നിലവിൽ ആ ജയിലിൻ്റെ ആ ഭാഗങ്ങളൊക്കെയാണ് കുറച്ച് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നതുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.